അപ്പം മക്കളെ നമ്മൾ മാത്സ് ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങാണ്. നേരത്തെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ, അതിനകത്ത് എത്ര മാർക്കിനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ സേ എക്സാമിന് വന്നത്, എത്ര മാർക്കിനാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അത് എളുപ്പമായിരുന്നോ എന്നൊക്കെ നമ്മൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, സാധാരണ ആവറേജ് ലെവലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന് പോലും മലയാളം എഴുത്തിലൊക്കെ പഠിച്ചു വരുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ടേംസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ വീഡിയോകൾ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളെ ചങ്കുകളെ മൊത്തം ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ, ഷെയർ ഒക്കെ ചെയ്യൂ. അപ്പം ഈ ചാപ്റ്ററിന്ന് നമ്മളെ +2 മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ, എടാ ഒറ്റക്ക് നടന്നാൽ മതിയോ? റിലേഷൻ ഒക്കെ, നല്ല റിലേഷൻ ഒക്കെ വേണ്ടേ? അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് അങ്ങ് പോകും. അപ്പം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നിന്ന് ലാസ്റ്റ് 24 എക്സാമിന് വന്ന സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് എത്ര മാർക്കിന് വന്നു? 6 ആണോ, 7 ആണോ, 8 ആണോ? നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് എത്രയൊക്കെയാണ് വന്നതെന്ന് നോക്കാം. അത് മാത്രമല്ല, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നത്, അത് എളുപ്പമായിരുന്നോ, എളുപ്പമല്ലെങ്കിൽ എന്തൊക്കെ ഇനി നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ചങ്കുകളെ മൊത്തം വിളിച്ചു കൊണ്ടുവന്നോ, ലൈക്ക് അടിക്കട്ടോ. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു സെറ്റ് തരും. അപ്പൊ ഈ ഒരു റിലേഷൻസ്, ഇതിനകത്ത് നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതാ ഒരു സെറ്റ് വേണ്ട. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു സെറ്റ് തന്നിരിക്കാം. അപ്പൊ 1, 2, 3, അങ്ങനെ 4, 5, 6. അപ്പൊ ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റിലേഷൻ ഉണ്ടാക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. റിലേഷൻ നമുക്ക് R1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് റിലേഷനിൽ നമുക്ക് 2 എലമെന്റ്സ് എയും ബിയും എടുക്കാം. അപ്പൊ ഇതിന്ന് എയും ബിയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ എടുക്കാടാ. പക്ഷെ അങ്ങനെ തോന്നിയ പോലെ ആരെങ്കിലും എടുക്കാൻ പറ്റുമോ? അത് നമുക്കറിയാം, എയും ബിയും എന്തായിരിക്കണം, ഈ സെറ്റിൽ നിന്നായിരിക്കണം. വേറെ ഇപ്പൊ 8 എന്നുള്ള നമ്പർ ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഈ സെറ്റിലുള്ളവരെ നമുക്ക് ഈ അംഗമാക്കി എടുക്കാൻ പാടുള്ളൂ റിലേഷനിൽ. പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. B-A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെ ആയിരിക്കും. B-A എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എ ബി എടുത്താൽ ഈ രണ്ടാമത്തേന് നമ്മൾ ഒന്നാമത്തെ കുറയ്ക്കുമ്പോൾ ഈ ബിന്ന് എ കുറച്ചാൽ എന്തായിരിക്കും? കെ ആണ് കിട്ടുന്നത് അത്ര. അപ്പൊ അതായത് ഏത് കണ്ടീഷനിലാണ് കെ കിട്ടുന്നതെന്ന് അറിയോ? റിഫ്ലക്സീവ് ആവുന്ന കേസിൽ B-A എന്താണ്? കെ ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. B-A ഇസിക്കൽ ടു കെ ഈസ് റിഫ്ലക്സീവ്. ആ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. B-A സമം കെ ആണ്. അതെന്താണ്? ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. അങ്ങനെയെങ്കിൽ കെ എന്താണ് എന്നാണ് ചോദ്യം. കെ എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെടുത്താൽ നമുക്കിപ്പം ഒരു എലമെന്റ് ഏതും എടുക്കാം, ഇതിനകത്ത് മെമ്പർ ആവണം എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒന്നെടുത്തു. ആ റിലേഷൻ എന്താവണം? റിഫ്ലക്സീവ് ആകണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നെടുത്താൽ ഒന്നേ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് 2 എടുത്താൽ അടുത്തത് എന്ത്? 2 തന്നെ എടുക്കണം. അതിന് അതേ ഇമേജ് തന്നെ വരണം. അപ്പോഴല്ലടാ റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എ എടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് എ തന്നെ വരണം. ഒന്നെടുത്താൽ ഒന്ന് തന്നെ വരണം. 2 എടുത്താൽ 2 തന്നെ വരണം. അതാണ് റിഫ്ലക്സീവ്. അപ്പൊ നമ്മൾ ഇനി കണ്ടീഷനിൽ ഇട്ട് കൊടുത്ത് നോക്കാം. റിഫ്ലക്സീവ് ആവുന്ന കേസിൽ ഒന്നും എടുത്തു വിചാരിക്കാം. അപ്പൊ B-A എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തേന്ന് ഒന്നാമത്തെ കുറക്കുക. 1 1 കുറച്ചാൽ 0 ആണ്. 2 2 കുറച്ചാലും 0. ഇനിയിപ്പോ റിഫ്ലക്സീവ് എ എടുത്തു എന്ന് വിചാരിക്കും. എ കുറച്ച് എ പതിയിൽ അംഗമല്ല, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇനിയിപ്പോ A-A റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എ എടുത്താൽ എ എടുക്കണം എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ A-A എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ? അപ്പൊ നമ്മുടെ B-A എന്ന് പറഞ്ഞാൽ നമുക്ക് റിഫ്ലക്സീവ് ആവുന്ന കേസിൽ കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എന്താ കിട്ടുന്നത്? B-A 0. അപ്പം റിഫ്ലക്സീവ് ആവുന്ന കേസിൽ കെ എന്താണ്? 0 ആണ്. സെറ്റ് ആയല്ലോ. 1 മാർക്കായിട്ടോ. 1 മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പുച്ഛിക്കരുത്. 1 മാർക്ക് ആവുണ്ടായിരിക്കും നമുക്ക് A+ കിട്ടുക, നമുക്ക് ചിലപ്പോൾ സീറ്റ് ഒക്കെ കിട്ടുക, എവിടെയെങ്കിലും അഡ്മിഷൻ ഒക്കെ കിട്ടുക, കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ. അപ്പൊ 1 മാർക്കിന് അങ്ങനെ തള്ളരുത്. ദെൻ അടുത്ത 2 മാർക്ക്. അപ്പൊ നമ്മൾ ഇനി പുതിയ രണ്ടാമത്തെ റിലേഷൻ ഉണ്ടാക്കണം. രണ്ടാമത്തെ റിലേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? എ ബി എന്ന് പറഞ്ഞിട്ട് 2 ആളെ തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ എടുക്കുന്നവര് എയും ബിയും അംഗമായിരിക്കണം. എയും ബിയും എലമെന്റ് മെമ്പർ ആണ് എന്നാണ് കേട്ടോ. ഈസ് എൻ എലമെന്റ്. എയും ബിയും അംഗമാണ്. ഏതിൽ? എയിൽ അംഗമാവണം. അപ്പൊ എയും ബിയും ഇവിടെ നിന്നുള്ളവരെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ 8 10 എന്നൊന്നും എടുക്കാൻ പറ്റില്ല. ഇതിലുള്ള 1 മുതൽ 6 വരെയുള്ളവർ എടുക്കാം. കണ്ടീഷൻ എന്താണ്? എന്നിട്ട് നമ്മൾ ബിന്ന് എന്ത് ചെയ്യുക? രണ്ടാമത്തേന്ന് ആദ്യത്തെ എലമെന്റ് കുറയ്ക്കാം. അപ്പം അതിനകത്ത് B-A കുറക്കുമ്പോൾ നമുക്ക് മോഡ് എപ്പോഴും 2 എന്ന് കിട്ടണം. അങ്ങനത്തെ രീതിയിലുള്ളത് എടുക്കണം. അപ്പൊ വ്യത്യാസം 2 വരുന്ന രീതിയിലാണ് നമുക്ക് മെമ്പേഴ്സിന് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ വ്യത്യാസം 2 വിധം. 1 വന്നാൽ പിന്നെ 2 എടുക്കാൻ പറ്റുമോ? 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസത്തിൽ 1 അല്ലേ ഉള്ളൂ. അപ്പൊ 1 വന്നാൽ പിന്നെ 3 എടുക്കണം. അപ്പൊ നമ്മൾ 1ഉം 3 എടുത്തു എന്ന് വിചാരിക്കുക ഈ റിലേഷനിൽ. അങ്ങനെയെങ്കിൽ ഇത് സിമ്മട്രിക് ആണ് എന്നുകൂടി പറഞ്ഞ്, സിമ്മട്രിക് ആണ് ആവുമോ എന്നാ ചോദ്യം. സിമ്മട്രിക് ആണ് എന്നല്ല, സിമ്മട്രിക് ആവുമോ? അതായത് എ ബി
മോഡ് ബി മൈനസ് എ 2 എന്നാണ് കണ്ടീഷൻ. അത് സിമെട്രിക് ആകുമോ, അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കിയാൽ സിമെട്രിക് ആകുമോ എന്നാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ 1, 3 എടുത്ത് നോക്കാം. അപ്പൊ എന്തായാലും എന്താണ് 3, 1 അതിൽ വേണം. അപ്പോഴല്ലേ അതിനെ സിമെട്രിക് എന്ന് പറയാം. എ ബി ഉണ്ടെങ്കിൽ എന്ത് വേണം, ബി എയും വേണം. അപ്പോഴാണ് എ ബി എന്ന് പറയുന്ന പെയർ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന തിരിച്ചിട്ടാലും അത് എന്താവണം, ആ റിലേഷനിൽ ഉണ്ടാവണം. അപ്പോഴാണ് ആ റിലേഷൻ എന്താവുക, സിമെട്രിക് ആവുക. അപ്പൊ നമ്മള് രണ്ട് കേസിലും പക്ഷെ കണ്ടീഷനും എന്താവണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഉണ്ടോ നോക്കാൻ ഈ കണ്ടീഷൻ, ഇവിടെ എന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, അത് രണ്ടിലും ശരിയാണെങ്കിൽ അത് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യത്തേൽ കൊടുക്കാം, 1, 3 കണ്ടീഷൻ കൊടുത്ത് നോക്കാം. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 ആണ്, അത് മോഡ് 2 ആണ്, അപ്പൊ 2 തന്നെയാണ്. ഇനി ഈ കേസിൽ നോക്കുക, നമ്മൾ രണ്ടാമത്തെ എലമെന്റ് അത് ഇതിനകത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ അവിടെ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3 ആണ്. അപ്പൊ 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2ന്റെ മോഡ് 2 തന്നെയാണ്. അതിനർത്ഥം എ മൈനസ് ബിയുടെ മോഡും ബി മൈനസ് എയുടെ മോഡും എന്തെന്നെയാണ്, ഈക്വൽ തന്നെയാണ്. മോഡ് എന്ന് പറഞ്ഞാൽ -2ന്റെ മോഡും +2ന്റെ മോഡും എന്തെന്നെയാണ്, ഈക്വൽ ആണ്. 2ന്റെ മോഡും എന്തെന്നെയാണ്, 2 തന്നെയാണ്. അതായത് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈനസ് ഒന്നും കൂട്ടൂല, അതിന്റെ ആ വാല്യൂ മാത്രമേ നോക്കുള്ളൂ. അതിപ്പോ -2 ആണെങ്കിലും വാല്യൂ എന്താണ്, 2 ആണ്. +2 ആണെങ്കിലും വാല്യൂ എന്താണ്, 2 ആണ്. അപ്പൊ നമ്മൾ അക്കം മാത്രമേ നോക്കുള്ളൂ മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എ മൈനസ് ബിയുടെ മോഡ് ആണെങ്കിലും അതിനെ തിരിച്ചിട്ട് ബി മൈനസ് എയുടെ മോഡ് ആണെങ്കിലും ഒക്കെ ആൻസർ എന്തെന്നെയാണ്, 2 തന്നെയാണ്, 1 തന്നെയാണ് അതിന്റെ ഉത്തരം വരിക. 1 എന്ന് പറഞ്ഞാൽ 1 എന്നല്ല, സെയിം ആണ്, അതായത് 2 തന്നെയാണ് വരിക. അപ്പം അത് എന്താണ്, എ ബി ഉണ്ടെങ്കിൽ എ മൈനസ് ബിയുടെ മോഡ് 2 ആണെങ്കിൽ ബി മൈനസ് എയുടെ മോഡും 2 തന്നെയാണ്. അപ്പൊ റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സിമെട്രിക് ആണ്. 2 മാർക്ക് അടിച്ചില്ലേ, ഇതാണ്. നിങ്ങൾ ആലോചിച്ച് വേണം എഴുതാന്. അപ്പം നമ്മളൊരു PYQ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മള് അടുത്ത 4 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. അതായത് ഇത് 1 മാർക്കിന്, ദെൻ ഇത് 1 മാർക്കിന്, അപ്പൊ 2 മാർക്കായി, പിന്നെ ഇത് 2 മാർക്സ്. അപ്പൊ അങ്ങനെ 4 മാർക്ക് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, ഇത് തെറ്റിയാ 1 പോവുള്ളൂ. അപ്പം അതിനകത്ത് ഏതെങ്കിലും ശരിയായി കഴിഞ്ഞാൽ തന്നെ 1ഉം അങ്ങനെ 2ഉം 3ഉം ഒക്കെ 2ഉം 3 മാർക്കൊക്കെ കിട്ടും. അപ്പൊ ഒറ്റയടിക്ക് ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് വന്നാൽ അത് തെറ്റിക്കഴിഞ്ഞാൽ 4 മാർക്ക് പോവില്ലേ. പക്ഷെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനെ ആവുമ്പോൾ ഒരു ഗുണമുണ്ട്, കുറച്ച് മാർക്ക് കിട്ടും ചെയ്യും, എന്നൗട്ട് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തോ വെച്ചാൽ, ഇത് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഇത് 1 ആണെന്ന് അപ്പൊ പറഞ്ഞിരിക്കുന്നടാ. അപ്പൊ ഈ റിലേഷൻ ഇതിനകത്ത് നമുക്കൊരു ഈ ഒരു ഫംഗ്ഷൻ നോക്കാം. ഇതിനകത്ത് ഈ ഒരു ഫംഗ്ഷൻ, അപ്പൊ ഇവിടെ ഒരു എന്തുണ്ട്, നമുക്ക് ഡൊമൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേഷനിൽ ഡൊമൈനും ഉണ്ടാവും, എന്തുണ്ടാവും, റേഞ്ചും ഉണ്ടാവും. അപ്പം ഈ ഡൊമൈൻ നമുക്ക് ഒരു ഇവിടെ തന്നിരിക്കുന്നത് നെഗറ്റീവ് -∞ തൊട്ട് 1 വരെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് വാല്യൂസ് പെടും, -1ഉം 0യും ഒക്കെ പെടും. അപ്പൊ നമുക്ക് -1 ഡൊമൈൻ എടുക്കുന്ന കേസിൽ ഇതിൽ കൊടുത്തു നോക്കാം. മോഡ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ -1 എടുത്തു, +1. മോഡ് -1 എന്ന് പറഞ്ഞാൽ അത് 1 തന്നെ അല്ലടാ. മോഡ് എന്ന് പറഞ്ഞാൽ മൈനസ് കളയണാണ്, അതിന്റെ ഉള്ളിലുള്ള വാല്യൂ മാത്രമേ എടുക്കുള്ളൂ മോഡ്. അപ്പൊ 1 + 1 എന്തായി, 2 ആണ് അതിന്റെ റേഞ്ച് വരിക. അപ്പൊ -1 എടുത്തപ്പോഴും 2 വന്നു. ഇനി നമുക്ക് 0 എടുത്ത് നോക്കാം. 0 എടുത്തപ്പോ എക്സിന് 0 കൊടുത്തു, +1 അപ്പൊ 1. 0 എടുത്തപ്പോ ഇവിടെ എന്താ വന്നത്, 1 വന്നത്. ഇനി നമുക്ക് സാധാ +1 എടുത്ത് നോക്കാം. +1 എന്ന് പറഞ്ഞാൽ മോഡ് എന്തെന്നെയാണ്, +1 x + 1 അല്ലേ. അപ്പൊ +1 + 1 അപ്പൊ എന്താവും, +2 എന്നാവും. അതായത് മോഡ് 1 തന്നെയാവും. 1 + 1 എന്ന് പറഞ്ഞാൽ എന്താവും, 2 ആവും. അപ്പൊ അപ്പോഴും നമുക്ക് 2 ആണ്. അപ്പൊ 1 കൊടുത്തപ്പോഴും എന്താ വന്നത്, ആൻസർ റേഞ്ച് 2. -1 കൊടുത്തപ്പോഴും 2. അപ്പൊ ഇത് 1 ആണോ, ഈ റേഞ്ചിലുള്ള 0ക്ക് 1. ഓക്കെ, ഈ റേഞ്ചിൽ നോക്കേ, ഈ റേഞ്ചിൽ ഓരോരുത്തർക്കും ഇപ്പുറത്ത് ഒരാളെ പാടുള്ളൂ. പക്ഷെ ഇവിടെ 2ന് കണ്ടോ, -1 കൊടുത്തപ്പോഴും 2ന് -1 വരുന്നുണ്ട്, ഇവിടെ 2ന് 1 ഉണ്ട്. അപ്പം ഇതെന്തല്ല, 1 അല്ല. 1 ആയിരുന്നെങ്കിൽ 2ന് ഒരു വാല്യൂ വരാൻ പാടുണ്ടായിരുന്നുള്ളൂ. 2ന് ഇവിടുന്ന് 2 ആളെ ഇങ്ങോട്ട് റിലേഷൻ ഉണ്ട്, -1 ആയിട്ടും റിലേഷൻ ഉണ്ട്, 1 ആയിട്ടും ഉണ്ട്. അപ്പൊ പറ്റൂല. അപ്പം എന്താണ്, ഇത് 1 അല്ല. 1 ആവണമെങ്കിൽ നമുക്ക് അപ്പൊ മനസ്സിലായി, നെഗറ്റീവ് വാല്യൂസ് അല്ല പോസിറ്റീവ് വാല്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ ഇതിനകത്ത് 1 ആവും. അപ്പൊ നമുക്കിപ്പോ നെഗറ്റീവ് -∞ to ∞ എന്ന് പറയുമ്പോൾ അതിനകത്ത് -1 വരൂലേ. -1 വന്നാൽ -1, അപ്പൊ ഇതിനകത്ത് എന്താവില്ല, ഇത് മൈനസ് എടുക്കുന്ന കേസിൽ ഇത് 1 ആവില്ല. അപ്പൊ മൈനസ് കേസിൽ 1 ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ 1, 2 കേസിൽ മാത്രമല്ലേ പിന്നെ ബാക്കിയുള്ളൂ. അപ്പൊ 1, 2 എടുത്ത് നിങ്ങൾ നോക്കൂ, ഇതിൽ കൊടുത്ത് നോക്കിയാൽ മതി. 1 എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാ, 1 എടുക്കുമ്പോൾ ഇവിടെ 1 + 1 2 ആണ് വരിക. ഇനി 2 എടുക്കുമ്പോൾ എന്താ വരിക, 3 ആണ് വരിക. അപ്പം 1 അല്ലേ, 1 ഫംഗ്ഷൻ ആണ്, സെറ്റായി. ഇനി അടുത്തത് ഇതേ സാധനം തന്നെ 1, 2 ആണെന്ന് വിചാരിക്കുക.
1 to ആണെങ്കിൽ റേഞ്ച് എന്താന്നാ ചോദ്യം. അപ്പം ഇതിപ്പം ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ എടുക്കുക, ഫംഗ്ഷൻ എടുത്തു, ഫംഗ്ഷൻ മോഡ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഇതിനകത്ത് 1 to ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും എന്ത് വേണം, ഇവിടെ എല്ലാവർക്കും നമുക്ക് ഇവിടെ ഒരു ഇതിനകത്ത് ഇവിടെ എല്ലാവർക്കും ഈ റേഞ്ച് എന്താണ്, കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് എല്ലാവർക്കും ഇവിടെ ഒരു മെമ്പർ ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പം അതായത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടേക്ക് ഒരു ബന്ധം വേണം, അത് തന്നെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർ ആരായിരിക്കും, റേഞ്ച് ആരായിരിക്കും, അതിന്റെ റേഞ്ച് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ -1 എടുത്താലും നമുക്ക് -1 + 1 അല്ലേ കിട്ടിയത്, എന്താ കിട്ടിയത്, 1 + 2 ആണ് കിട്ടിയത്. ഇനി +1 എടുത്തപ്പോഴും നമുക്ക് എന്തെന്നെ കിട്ടിയത്, 2 തന്നെ കിട്ടിയത്. അതായത് ഇത് മോഡ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലും ആ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യില്ല, മോഡ് -1 എന്ന് പറഞ്ഞാലും എന്തെന്നെയാ, 1 തന്നെയാണ്. അപ്പൊ ഇത് നെഗറ്റീവ് ആയാലും -∞ ആയാലും ഒക്കെ നമുക്ക് എന്താ കിട്ടുക, വാല്യൂ അതിനോട് 1 കിട്ടിയത്. അപ്പൊ എപ്പോഴും ഇത് എന്താ കിട്ടുക, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലേ കിട്ടുക. അപ്പൊ ഈ റേഞ്ചിൽ എപ്പോഴും എന്താ ഉണ്ടാവുക, പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഉണ്ടാവുക, അതിന്റെ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിട്ടല്ലേ വരിക. ഇപ്പൊ ഇവിടെ -10 എടുത്താലും 10 അല്ലേ, 10 + 1 11 അല്ലേ വരിക. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളവരായിരിക്കും ഇതിന്റെ റേഞ്ചിൽ വരിക. അപ്പം ദിസ് വിൽ ബി ദ ആൻസർ. ഇനി നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ആ ഒരു കോമ്പോസിഷനെ കാണാനുള്ളതാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത, അപ്പൊ നമ്മളിവിടെ 2 ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ് നമ്മൾ കാണേണ്ടത്. ഒരു ഫംഗ്ഷന്റെ മറ്റൊരു ഫംഗ്ഷൻ, അതായത് f(g(x) അല്ലെങ്കിൽ g(f(x) ഒക്കെയാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്, ആർക്കും കിട്ടാവുന്നതാണ്. അപ്പം ഞാൻ ഏതായാലും ഒന്ന് പറഞ്ഞേക്കാം, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ f(x) cos x ആണ്, g(x) എന്താണ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ x ആണ്. ഇനി നമുക്ക് കാണാനുള്ളത് f(x) എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങൾ അതിനെ f(g(x) എന്ന് എഴുതാം. f(g(x) എന്ന് പറഞ്ഞാൽ g(x) എന്താണ്, നമുക്ക് ഇതല്ലേ g(x). അപ്പൊ f(g(x) മാറ്റി കൊടുക്കുക, ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അവിടെ കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് f(x) ആണെങ്കിൽ അതെന്താണ്, cos x ആണ്. പക്ഷേ x-ന് പകരം ഇവിടെ ഏതാ ഉള്ളത്, x-ന് പകരം ഇവിടെ ഇതല്ലേ ഉള്ളത്. അപ്പൊ cos x-ല് x-ന് പകരം ഇവിടെ ഉള്ളത് കൊടുക്കുക. അപ്പൊ f(x) എന്ന് പറഞ്ഞാൽ x ആണെങ്കിലാണ് cos x. അപ്പൊ x അല്ലല്ലോ ഇവിടെ, ഈ ഒരു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അല്ലേ. അപ്പം അവിടെ x-ന്റെ സ്ഥാനത്തും ആ ഒരു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അപ്പൊ f(g(x) സെറ്റ് ആയി. ഇനി നമ്മള് g(x) എന്ന് പറഞ്ഞാൽ g(f(x) ആണ്, g(f(x). അപ്പൊ f(x) ഇവിടെ ഉണ്ട്. f(x) എന്താ, f(x) cos x ആണ്. അപ്പൊ നമ്മൾ f(x)നെ മാറ്റി കൊടുക്കുക, f(x) എന്ന് പറഞ്ഞാൽ എന്താണ്, cos x ആണ്. അപ്പൊ g(cos x) എന്ന് വരും, g(cos x). അപ്പൊ g(x) ആണെങ്കിൽ ഇതെന്താണ്, ഇതിന്റെ ഈ ഒരു ഇന്റിജർ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഈ ഒരു സ്ക്വയർ ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, x-ന് ഇടുക. അപ്പൊ അതേ g(x) ആണെങ്കിൽ അതിനകത്ത് x വരും. അപ്പോൾ x അല്ല, ഇവിടെ cos x ആണ്. അപ്പൊ അതിനകത്ത് cos x വരും. അപ്പം ഇതാണ് നമ്മുടെ കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻ കാണാനുള്ള എളുപ്പവഴി. f(g(x) അല്ലെങ്കിൽ g(f(x) ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1.2 ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തെന്നെ വരിക, 1 തന്നെയാണ് വരിക. ഇനിയിപ്പം അതായത് 1.9 ആണെങ്കിലും എന്തെന്നെ വരിക, 1. അതായത് അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ അതിനകത്ത് വരുന്നത്. ഇനിയിപ്പോ 2.1 എന്നാണെങ്കിൽ അത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ അതിനകത്ത് 2 ആണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് ഇതിനകത്ത് 7 മാർക്കാണെങ്കിൽ 7ഉം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂടാ. അത്രയ്ക്ക് സിമ്പിൾ ആണ്. മാട്രിക്സ്, ഡിറ്റർമിനൻസ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ പാസ് മാർക്ക് എന്നുള്ള കാര്യം സെറ്റ് ചെയ്യും. നമ്മൾ നോക്കുന്നത് പാസ് മാർക്ക് അല്ല, നമ്മൾ ഫുൾ A+ ആണ്. അപ്പം ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ് വേണ്ടതെങ്കിൽ അതൊക്കെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ചങ്കുകളെ മൊത്തം വിളിച്ചു കൊണ്ടുവരിക. അടിപൊളിയായിട്ട് മാത്സ് ഒക്കെ ഫുൾ സ്കോർ ചെയ്തിട്ട് A+ അടിച്ചിട്ട് നമുക്ക് പോകണം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുന്നതനുസരിച്ച് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.